ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടി പ്രേക്ഷകർക്ക് നവ്യാനുഭവമാണ്. ഷോയിൽ പങ്കെടുക്കുന്നവർ എല്ലാം ഒന്നിനൊന്ന് മികച്ചവർ തന്നെയാണ്. അതിൽ പങ്കെടുക്കുന്ന തങ്കച്ചൻ വിതുരയ്ക്കും ആരാധകർ ഏറെയാണ്. പ്രേക്ഷകർ ഏറെ സ്നേഹത്തോടെ തങ്കു എന്നാണ് താരത്തെ വിളിക്കുന്നതും. ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിലെ തങ്കുവിൻ്റെ ഓരോ പ്രകടനങ്ങളും ചിരിയും ചിന്തയും വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തങ്കുവിൻ്റെ വിശേഷങ്ങളാണ് വൈറലായി മാറുന്നത്. മിനി സ്ക്രീനിൽ തിരുവനന്തപുരം വിതുര സ്വദേശിയാണ് തങ്കച്ചൻ. കുട്ടിക്കാലം മുതൽക്കേ പാട്ടും മിമിക്രിയും ഡാൻസുമെല്ലാം ഏറെ ഇഷ്ടത്തോടെ താരം കൂടെ കൂട്ടി. മിനി സ്ക്രീനിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയപ്പോൾ മുതൽക്കേ തങ്കച്ചനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നീട് തങ്കു എന്ന ചെല്ലപ്പേരിൽ പ്രേക്ഷകർ നടനെ വിളിക്കാൻ തുടങ്ങി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ ഉണ്ടായിരുന്നു ഒരു കാലമുണ്ട് തനിക്കെന്ന് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട്. മൺകട്ട കൊണ്ട് പണിത ഒരു ചെറിയ വീട്, 9 ജീവിതങ്ങൾ ആണ് അതിനുള്ളിൽ കഴിഞ്ഞതെന്നും തങ്കു പറഞ്ഞിട്ടുണ്ട്. ട്രൂപ്പുകളിൽ പോയി തുടങ്ങിയ ശേഷമാണ് പഴയ വീട് പൊളിച്ചു കളഞ്ഞതും പുതിയ വീട് തങ്കു വച്ചതും എന്നു കരുതി വലിയ ആർഭാടങ്ങളൊന്നും ആ വീടിന് ഉണ്ടായിട്ടില്ല. ഓടുകൊണ്ട് മേഞ്ഞ മേൽക്കൂരയാണ് ഇപ്പോഴും തങ്കുവിൻ്റെ വീട്. വെട്ടുകല്ലുകൊണ്ട് ഭിത്തി കെട്ടി ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും തങ്കുവും കുടുംബവും താമസിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്ന തങ്കു സ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ മിമിക്രിയോടും പാട്ടിനോടും ഇഷ്ടം വച്ച് കൂട്ടി. പഠനം കഴിഞ്ഞു വകയിലെ സഹോദരനൊപ്പം ഒരു മ്യൂസിക് ട്രൂപ്പ് തുടങ്ങിയ തങ്കുവിന് പിന്നീടത് അടച്ചു പൂട്ടേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പരിപാടിയാണ് തങ്കുവിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് മമ്മൂക്കയുള്ള വേദിയിൽ വച്ച് തങ്കു അവതരിപ്പിച്ച പരിപാടിയിലൂടെയാണ് നടൻ്റെ ജീവിതം മാറിമറിയുന്നത്. അത് കണ്ടിഷ്ടപ്പെട്ട് മമ്മൂക്ക തങ്കുവിനെ നേരിട്ട് ഫോണിൽ വിളിച്ചു അടുത്ത സിനിമയിൽ അവസരം ഒരുക്കി നൽകിയത്. പിന്നീട് പരോൾ, കുട്ടനാടൻ ബ്ലോഗ് തുടങ്ങിയ സിനിമകളിൽ മമ്മൂക്കയുടെ ഒപ്പം താരം അഭിനയിച്ചിട്ടുണ്ട്. ചില നടിമാരെ കൂട്ടിയും തങ്കുവിൻ്റെ വിവാഹ വാർത്ത പല സമയങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ വ്യാജമാണ് എന്ന് പലപ്പോഴും നടൻ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നടൻ അനീഷ് രവിയോടാണ് അധികം വൈകാതെ വിവാഹം ഉണ്ടാകുമെന്നും ഒരു പ്ലാവില വറ്റ് തരാം എന്നും തങ്കച്ചൻ പറയുന്നത്. ജീവിതത്തിലെ പ്രാരാബ്ധം കൊണ്ടുതന്നെ ഒരാളെ കൂടെ കൂട്ടാൻ തോന്നിയില്ല. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതേയുള്ളൂ. ഒരു വീടാണോ എല്ലാവരുടെയും സ്വപ്നം, അതിനുശേഷം ഒരു വിവാഹം കഴിക്കണം എന്നാണ് ആഗ്രഹമെന്നും തങ്കു മുൻപ് പറഞ്ഞിട്ടുണ്ട്.